വെളിപ്പാട് 13:7 വായിച്ചാട്ടെ കുഞ്ഞെ. വെളിപ്പാട് 13:7 വായിച്ചാട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അന്തിമ യുദ്ധത്തിലേക്ക് ലോകം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ആന്റി ക്രൈസ്റ്റിന് അധികാരം ലഭിച്ചു. എവിടൊക്കെ ലഭിച്ചു? സകല ഗോത്രത്തിന്മേലും എല്ലാ വംശത്തിന്മേലും ഐ ഡി കൊണ്ടുപോയി. അടുത്തത് വംശം, കർഷക സമരം, ഭാഷമേലും മലയാളി തൊട്ട് എല്ലാവർക്കും കോവിഡ് അടിച്ചു. അമേരിക്ക മുതൽ ഇന്ത്യ വരെ. അടുത്തത് ജാതിമേലും കത്തോലിക്ക സഭാ അധ്യക്ഷൻ പ്രൈസ് ദി ലോർഡ് കൊടുത്തു, അധികാരം ലഭിച്ചു. ഇന്ന് രാത്രി എവിടെല്ലാം കോവിഡിന്റെ മറവിൽ അവൻ അധികാരം കിട്ടി, നമ്മുടെ ഡേറ്റ അവൻ കൊണ്ടുപോയി. കർഷകരെ ഇളക്കി, സകലരെയും ബയോഡേറ്റ ഒരു കമ്പ്യൂട്ടറിനകത്ത് വന്നു. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ പ്രൈസ് ദി ലോർഡ് കൊടുത്തു. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. പ്രവചനങ്ങൾ നിവർത്തിയായി, നമ്മുടെ നാഥൻ വരാറായി. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ ഇന്ന് രാത്രി പറ, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരും ആയിരുന്നു. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. 3-4 വാക്യങ്ങൾ കൂടെ വായിച്ച് 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഡേറ്റ ഒരുവൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, താലിബാൻ വീഴുന്നു, ഡൽഹിയിലെ കർഷക സമരം നടക്കുന്നു, അതിനുശേഷം ഭരണകൂടങ്ങൾ തകരുന്നു. അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ മറവിൽ ഇപ്പോൾ വന്നു. എന്താണെന്നറിയാമോ? ആരോഗ്യം വിരൽ തുമ്പിലേക്ക്. എത്ര പേര് കാണുന്നു? ആരോഗ്യം വിരൽ തുമ്പിലേക്ക്. അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ മറവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു, ഒരു കാർഡ് വരുന്നു, ആയുഷ്മാൻ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? ഇന്ന് അക്ഷയെ പോയാൽ ഒരു കാർഡായി ആയുഷ്മാൻ. പലരും വിചാരിക്കുന്ന 5 ലക്ഷം കിട്ടുമെന്ന്. 5 രൂപ കിട്ടത്തില്ല. സ്വോത്രം. ഗവൺമെൻറ്റിൻ്റെ ഒറ്റ പൈസയില്ല പെൻഷൻ കൊടുക്കാൻ. എന്തിനായി കാർഡ്? മനുഷ്യൻ്റെ ചികിത്സാ ഹിസ്റ്ററിയ ഇതൊരു വഴിയിലേക്ക് കൊണ്ടുപോവുക. അതിൻ്റെ അർത്ഥം എല്ലാം ഒരു കാർഡിലേക്ക്. പറയുമ്പം വിചാരിക്കും ആധാർ, വോട്ടർ ഐ ഡി, ലൈസൻസ്, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട് എല്ലാം ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഇനി പേപ്പർ വേണ്ട. കയ്യിലേക്ക് ഇതെല്ലാം ഒരു മുദ്ര കൊടുക്കാം. അതിനാധാരമായി ഇന്നൊരു പരിപാടി വന്നു, വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്. അങ്ങനെ കിട്ടിയ വല്ലവരും ഉണ്ടോ? കൈയൊന്ന് ഉയർത്തിയാട്ടെ. വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്, 2 ഡോസ് വാക്സിൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മതിൽ ചാടണമെങ്കിൽ ഇത് വേണം. സ്വോത്രം. കളിക്കാവിള കയറണമെങ്കിലും, അത് കഴിഞ്ഞിട്ട് വാളയാറ് കടക്കണമെങ്കിലും, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കടക്കണമെങ്കിലും CSFകാരൻ ചോദിക്കും, ബേട്ടാ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കിതറേ, കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ അറിയണ്ട. 2 ഡോസ് വാക്സിൻ. ഇപ്പം കണ്ടില്ലയോ? ബൈബിളിനകത്തുണ്ടോ? ഇനിയുള്ള കാര്യം എന്താ? ഇതുകൂടെ കേട്ടിട്ട് ഇന്ന് നിർത്താം. ബാക്കി മറ്റൊരിക്കൽ വായിക്കാം. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ കർത്തൃദാസൻ വായിക്കുന്നത് ശ്രദ്ധയോടെ ഇരിക്കണം. അല്പ സയൻസ്. വെളിപ്പാട് 13, 16, 17, 18 വായിച്ചാട്ട് കർത്തൃദാസനെ. അന്നാളിൽ അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും. അവിടം വരെ നിൽക്കട്ടെ. എല്ലാവരും പോയി വാക്സിൻ എടുത്തില്ലേ? സന്തോഷമില്ലല്ലോ. മോഡി സാറ് ഡൽഹി എയിംസിൽ ചെന്നപ്പോൾ മലയാളിയായ ഒരു പെങ്കൊച്ച് സക്ക സമയം നോക്കിന്ന് ഒറ്റ കുത്ത് കയറ്റിയത് കണ്ടോ? സ്വോത്രം. തീർന്നില്ല. പിണറായി സാറിന് കിട്ടിയില്ലേ? ഇവിടെ 4 സെൻറ്റിൽ കിടക്കുന്ന ചിന്നമ്മാമയ്ക്ക് കിട്ടിയില്ലേ? അത് കഴിഞ്ഞിട്ട് വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്തിൽ വെക്കുന്ന ലീല സഹോദരിക്ക് കിട്ടിയില്ലേ? സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ എല്ലാത്തിൻ്റെ ആധാരം കൊണ്ടുപോയി നമ്മൾ ഒരു ലൈനിൽ നിർത്തുകയും ചെയ്തു. സ്വോത്രം. ഇതാ ന്യൂ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ അങ്ങനെ അടുത്ത വാക്ക് വായിച്ചാട്ടെ മോളെ. മക്കളെ വലം കൈ വായിച്ചാട്ടെ. വലം കൈമേലോ നെറ്റിയിലോ വലം കൈമേലോ നെറ്റിയിലോ വരാൻ കിട്ടുമാറും ദാ കിടക്കുന്ന അവിടം വരെ മതി. ബാക്കി പ്രസംഗിച്ച ഇന്ന് സമയമില്ല. വലം കൈമേലോ നെറ്റിമേലോ. വലം കൈ നെറ്റി അതൊരു 2 വിഷയ. വലം കൈ. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരണം. ആ സിസ്റ്റത്തിൻ്റെ പേര് ആധാർ. അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാ മനുഷ്യനെയും ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരണം. അതാ 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് എല്ലാ മനുഷ്യനെയും ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. ആധാർ. ആരാ? കുഞ്ഞ് തൊട്ട് പ്രായം ചെന്ന അപ്പച്ചന് വരെ
ബാങ്ക് അക്കൗണ്ട് ആധാർ, കർഷക പെൻഷൻ ആധാർ, ലൈസൻസ് ആധാർ, പോസ്റ്റ് ഓഫീസ് ആധാർ, വളം കിട്ടാൻ ആധാർ, ലൈഫിൻ്റെ വീട് ആധാർ. എവിടെ ചെന്നാലും പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ദുഃഖവാർത്ത ആധാർ, റിലേറ്റഡ് ടു സെമിത്തേരി, ശവടക്കാനും ആധാർ. സ്വോത്ര ഇല്ലാതെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇത് നമ്മൾ മലയാളിയെ ഓർത്ത് അപ്പച്ചൻ മരിച്ചാൽ നമ്മൾ റേഷനും മേടിക്കും, വിധവാ പെൻഷനും മേടിക്കും അമ്മച്ചിയുടെ. സ്വോത്രം ഇത് ആധാർ തട്ടിയാൽ അപ്പം കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട് വഴിയാധാരമാക്കി. 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ. 2015 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽത്തുമ്പിൽ. റെഡിയായോ? ഹാത്ത് ദന്തമാക്കൻ ജിയോയിലേക്ക് ജാവോ, ഹാത്ത് ദന്തമാക്കൻ ഈ പോസ്. 4 കിലോ വെള്ള, 2 കിലോ കുത്ത്, 1/2 ലിറ്റർ മണ്ണെണ്ണ, 2 ആട്ട. എത്ര ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്ന ചേച്ചി കൈയൊന്ന് വെച്ചേരെ കീക്കി കൂക്കു. ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ചെന്നാൽ കണ്ടില്ലോ, രണ്ടാമത്തെ ടെക്നോളജി 2015 3G വന്നോ. ബൈബിളിനകത്തുണ്ടോ? സിസ്റ്റം ക്ലിയറാക്കും ആധാർ വഴി. വായിക്കാം ഇയ്യോബ് 37:7. ഇനി സയൻസിലേക്ക് വരിക. ഇയ്യോബ് 37:7 വായിച്ചിട്ട് മക്കളെ. ഇയ്യോബിന്റെ പുസ്തകം 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. എല്ലാരും മുദ്രയിട്ടില്ലേ അമ്മാമേ? റേഷൻ കടയിൽ പോയില്ലേ? കമ്പ്യൂട്ടർ മുദ്രയിട്ടില്ലേ? മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചെല്ലുമ്പോഴേ ഹിന്ദിക്കാരൻ പറയുന്നത് ചേച്ചി കാത്തിരക്കോ ജിയോ ചിരിച്ചോണ്ടിരിക്കുകയല്ലേ, കൊണ്ടുപോക്കോളാം. സ്വോത്രം. എല്ലാരും മുദ്രയിട്ട്. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ. ഇനി സംഭവിക്കാൻ പോകുന്ന തിരുവനന്തപുരം എയർപോർട്ട് കാണാൻ പോവുക. നിങ്ങളുടെ പാസ്പോർട്ട് വേണ്ട, പാസ്പോർട്ടിനകത്ത് ഒരു ചിപ്പ് വച്ചാൽ മതി. ആ ചിപ്പ് ദാ പറയുന്നു നിർമ്മല സീതാരാമൻ. അങ്ങനെ കേട്ടവരുണ്ടോ? ഡിജിറ്റൽ പാസ്പോർട്ട് നിർമ്മല സീതാരാമൻ. അന്ത്യകാലം പാസ്പോർട്ട് കയ്യിലിരുന്നാൽ മതി, ചിപ്പ് കാണിച്ചിട്ട് കൈയോടെ വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നു പോകാം. അതാ ഗ്രീൻ ചാനൽ. അന്ത്യകാലം കണ്ടോ? എൻ്റെ ഈ പേനയുടെ വില എനിക്കറിയത്തില്ല. നമ്മുടെ ഞങ്ങളുടെ ഈ എബി പാഷക്കും അറിയത്തില്ല. പക്ഷേ വെഞ്ഞാറമൂട്ടി ചെന്നിട്ട് ഈ ബാർകോഡ് കാണിക്കുമ്പോൾ പെങ്കൊച്ച് പറയും 10 രൂപ 50 പൈസ. ഈ ബാർകോഡ് ആ ചിപ്പിലേക്ക് വരാൻ പോകുന്നത് ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ മറവിൽ കയ്യിലേക്കൊരു മുദ്ര. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയാൻ സകല മനുഷ്യനും കൈമുദ്രയിടുന്നു. പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശം പട്ടുപോകും. എന്നാൽ ഈ കറുത്ത പുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലി മനസാക്ഷി യുഗത്തിൽ ഒരുവനുണ്ടായിരുന്നു, ഇയ്യോബ്. ഭാര്യ പറഞ്ഞു 10 മക്കൾ പോയി, ആടുപാടുകൾ പോയി. കൂട്ടയുള്ള കർത്തൃവേലക്കാർ പറഞ്ഞു പരസ്യയോഗം നിർത്ത. അവസാനം ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇയ്യോബ് പറഞ്ഞതെന്താ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുക. അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളിൽ വെളിപ്പെടുവാനുള്ള ദൈവിക തേജസ്സോർത്താൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. ഇയ്യോബ് എഴുതി വെച്ചു. എന്താ കൈമുദ്രയിട്? ഇന്ന് പല എയർപോർട്ടിൽ ചെന്ന കൈമുദ്രയിട്ട ഡോറ് തുറക്കുക. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ. അതിൻ്റെ പേര് ആധാർ. മണിക്കൂർ പോയി പ്രസംഗം. വേഗത്തിൽ 2 കൈമേലും നെറ്റിമേലും തുടക്കം വെച്ചില്ലേ? ഇവിടെ ബിപിൻ പാസ്റ്റർ ചർച്ച ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്. അതൊക്കെ ഒരു കുഞ്ഞു മോനിരിക്കുക. വരുന്ന ചിന്നമാമയോട് എന്ത് പറഞ്ഞു? കീ എന്തുവാ? തെർമൽ സ്കാനർ, ഇൻഫ്രാറെഡ് മീറ്റർ. അപ്പം ചിന്നമാമയ്ക്ക് 96. അമ്മാമ്മ അകത്ത് പോയി കയ്യടി ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ പാട്ടുപാടാൻ അവസരം കൊടുത്തു. അന്നേരം മറിയമ്മാമ വന്ന് 99. പൊക്കോളാൻ പറഞ്ഞു. വീട്ടിൽ ചൂട് എടുത്തോളാൻ പറഞ്ഞു. 300 കൊടുത്ത് മൂക്കി ആൻറ്റിജൻ എടുക്കാൻ പറഞ്ഞു. എവിടാ ചൂട് നോക്കി? വലം കൈമേൽ. സയൻസ് ആയില്ലയോ? രണ്ടാമത് നെറ്റിമേൽ. നമ്മുടെ പ്രായം ചെന്ന അവറാച്ചായൻ വന്നു. കൊച്ചുമോനിഞ്ചനെ അടിച്ച് 38. അച്ചായൻ അന്തർജാവോ. സ്തോത്രം. ക്ലിയർ ആയില്ലേ? വലം കൈമേലും നെറ്റിമേലും മനുഷ്യൻ്റെ താപം. ഇത് 2 സയൻസാ. 1 മനുഷ്യൻ്റെ ഇൻഫ്രാറെഡ് മീറ്റർ വഴി തെർമൽ സ്കാനിങ്. 2 തലമേലും നെറ്റിമേലും. അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ, ഏവർക്കും വലം കൈമേലും നെറ്റിമേലും. അതിൻ്റെ സ്റ്റാർട്ടിങ് ആ ചൂടടിച്ചത്. അമ്മാമേ ഇനി ചൂടടിയൊന്നും വേണ്ട. കയറി വരുമ്പോൾ 14 കമ്പ്യൂട്ടർ പറയാം അച്ചായൻ എന്തോ കുഴപ്പമുണ്ടത്, വീട്ടിന് പുറത്തേക്കല്ലേ അകത്ത് വരാം. സ്വോത്രം. അതിൻ്റെ സാമ്പിളാണ് ഇവിടെ തുടങ്ങിയത്. സയൻസ് മനസ്സിലാക്കണം. ഇതാ ബൈബിളുമായിട്ടുള്ള ബന്ധം. പത്മോസിൽ കിടന്ന യോഹന്നാൻ. ഇനി രണ്ടാമത് യഹൂദനുമായിട്ടുള്ള ബന്ധം. കേട്ടോണം ബൈബിളുള്ളവർ, നിങ്ങളെ പ്രസംഗിക്കണം. യഹൂദൻ്റെ എവിടാ വചനമിരിക്കുന്നത്? വായിക്കാം. പുറപ്പാട് 13:9.
നാളെ ബൈബിൾ ക്ലാസ് നിങ്ങൾ എടുക്കണം. ഈ വാക്യം ഞാൻ കാണാതെ പറയും. കർത്തദാസനെ കൊണ്ട് വായിപ്പിക്കുന്നത് ക്ലിയറാക്കാനാ. പുറപ്പാട് 13:9. വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക് നിന്റെ കൈമേൽ കൈ കെട്ടി വെച്ചിരിക്കണം. അടുത്തത് അടയാളമായും, അടുത്തത് നിന്റെ കണ്ണുകളുടെ നടുവിൽ, കണ്ണുകളുടെ നടുവ നെറ്റി വലം കൈ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. മതി. ഇവിടെ യഹൂദന്റെ വചനം ഇരിക്കുന്നത്. അതുകൊണ്ടാ മോശയുടെ കൊച്ചുമക്കളുണ്ട് 3 പേരാ. ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കറുത്ത. അവന്മാരെവിടെ? കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ടിട്ട് തലേ ഒരു ചപ്പാത്തിയുടെ കണക്ക് ഒരു കറുത്ത തൊപ്പി ഇട്ടിട്ട് ഇസ്രയേലിന്റെ മതിൽ, പഴയ ശലോമോന്റെ ആലയത്തിന്റെ മതിലേ ചെന്ന് ഇടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവന്മാരുടെ വചനം എവിടെ ഇരിക്കുന്നത്? കൈക്കകത്ത് ചുറ്റിയിട്ടുണ്ട്, തലയെ കെട്ടിയിട്ടുണ്ട്. അതിനാ പറയുന്ന യൂദ്ഹേ വൗഹേ, യഹൂദന്റെ വചനം. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ എത്ര പേര് കേട്ടിട്ടുണ്ട്? കൈയൊന്ന് ഉയർത്തിയാട്ട്. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ. അവൾ പാളയ പുറത്താ. പക്ഷെ അവൾ എവിടാ പേടിച്ച്? യേശുവിന് പ്രയർ റിക്വസ്റ്റ് കൊടുത്തോ? വാട്സപ്പ് അടിച്ചോ? ഇല്ല. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. യഹൂദന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ വചനം എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താൽ അവൾ തൊട്ടപ്പോൾ അവളുടെ ബാധ ഒഴിഞ്ഞു പോയി. ഇന്ന് രാത്രി അതുകൊണ്ടാ ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ പറയുന്നത്, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം അവൻ തന്റെ വചനമയച്ചവരെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി മൂലമറ്റത്ത് ടർബൈൻ കറങ്ങുമ്പോൾ വെഞ്ഞാറമൂട്ടിൽ ഒരു ലൈറ്റ് കത്തുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് യഹോവയുടെ വചനം. അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന വചനം, കാദേശ് മരുഭൂമിനെ നടുക്കുന്ന വചനം, പെരുവെള്ളത്തിന്റെ മീതെ മുടങ്ങുന്ന വചനം, മാൻപേടകളെ പ്രസവിക്കുന്ന യഹോവയുടെ ശബ്ദം. സ്വോത്രം. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. അതാ അവൾ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൊട്ടുവർ. യേശു പറഞ്ഞു, ശക്തി പുറപ്പെട്ടു. യഹൂദന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ വചനം. എതിർ ക്രിസ്തു വരും, ഈ വചനം അഴിക്കും, അവന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കും. അതുകൊണ്ടാ യോഹന്നാനും പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കണ്ടോ? ബൈബിൾ ക്ലിയർ. അന്നാളിൽ ചെറിയവൻ, വലിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ, നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂട് യഹൂദന്റെ യൂദ്ഹേ വൗഹേ അങ്ങ് മാറ്റും. അങ്ങനെ അവിടെ ചിപ്പ് വെക്കും. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ. തീർന്നില്ല. വാങ്ങുവാനും വിൽക്കുവാനും. എന്താ വാങ്ങുവാൻ വിൽക്കുവാൻ? പറയാം. നമ്മുടെ വീണ ജോർജ് സഹോദരി, ആരോഗ്യമന്ത്രി പറഞ്ഞു, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റൂ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നില്ലേ? ചില ബാങ്കിന്റെ മുമ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഇതിൽ കയറാൻ പറ്റുമെന്ന്. അപ്പം ഹൈക്കോടതി 2 പേര് പോയി. പിണറായി വിജയൻ സാറിനോട് നമ്മുടെ ബ്രിട്ടാസ് പറഞ്ഞു, സാറ് ഇപ്പം തന്നെ നമ്മൾ കുഴഞ്ഞ് നിൽക്കുക, മര്യാദയ്ക്ക് സ്റ്റിക്കർ കീറാൻ പറ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി സാർ വാർത്താ സമ്മേളനം, സൂപ്പർ മാർക്കറ്റിൽ കയറുന്നതിന് വാക്സിൻ ഒന്നും വേണ്ട, ചൂട് നോക്കി ആർക്കും കയറാം. സ്വോത്രം. ഇല്ല, ഹൈക്കോടതി അടുത്ത അടി കിട്ടുമെന്നറിയാം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഇതൊരു സാമ്പിൾ. ഇന്ന് രാത്രി ഗോവയിൽ ഫുട്ബോളിൻ്റെ ഫൈനൽ നടക്കുക. ടെലിവിഷനകത്ത് കണ്ടായിരുന്നോ? 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം പ്രവേശനം. സാത്താൻ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. അങ്ങനെയെങ്കിൽ ഇനി എന്താ? കള്ള സർട്ടിഫിക്കറ്റ് വേണോ? തിരുവനന്തപുരത്ത് ഏതൊക്കെ കിട്ടും? കോവിഡ് ഇല്ലാത്തവന് കോവിഡ് ഉണ്ടാക്കും, കോവിഡ് ഉള്ളവന് കോവിഡ് ഇല്ലാതാക്കും. അതിൻ്റെ പേരാ കള്ള RT-PC. സ്വോത്രം. ഇന്നൊരു ഡോക്ടറിന് ദുബായിലേക്ക് പോകാൻ ബാംഗ്ലൂർ 6500 രൂപ കോവിഡും ടെസ്റ്റ് ചെയ്തില്ല, കള്ള സർട്ടിഫിക്കറ്റ്. ഡോക്ടർ അവിടെ ചെന്നപ്പോഴാണ് അറിവ് പിടിച്ചപ്പോഴാണ് കോവിഡ്. സ്വോത്രം. ബാംഗ്ലൂരിൽ നിന്ന് കയറ്റിവിട്ട്. അപ്പം പിശാചിനും ഇതറിയാം. നമ്മളെപ്പോലുള്ള മലയാളികൾ വാക്സിനേറ്റഡ് കള്ളം ഉണ്ടാക്കും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കും, മുഖ്യമന്ത്രിയുടെ സീലുണ്ടാക്കും, സരിത ഉണ്ടാക്കിയുള്ള ഗവൺമെൻറ് ലെറ്റർ പാട് നമ്മളുണ്ടാക്കും. സ്വോത്രം. അപ്പം ഇതെവിടെ ഇംപ്ലാന്റ് ചെയ്യണം? അന്നാളിൽ ചെറിയവൻ, വലിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ, ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ ഒരു മുദ്ര കൊടുക്കാം. എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം. മുദ്ര എവിടെ തുടങ്ങി? ആദ്യം വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പിന് മുൻപ് ആധാർ. 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. 3ാമത് വന്നു നമ്മുടെ ATM-നകത്ത് മുഴുവൻ മുദ്ര, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. 4ാമത് വന്നു, എവിടെ വന്നെന്നറിയാമോ? ആനയുടെ വാലേൽ ചിപ്പ്. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? മൃഗഡോക്ടർക്ക് ആനയുടെ സൗന്ദര്യം കാണാനാണോ? അല്ല. വെഞ്ഞാറമൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആന പാപ്പാനെ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി വാലയിൽ ചിപ്പ് കൊടുക്കുമ്പോൾ ബ്ലഡ് അറിയാം, അത് കഴിഞ്ഞിട്ട് നെർവ് അറിയാം. ഉടനെ ഡോക്ടർ പറയും, കുഴപ്പമില്ല, തിടമ്പൊക്കെ എടുത്ത് ധൈര്യമായിട്ട് പൊക്കോളാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവായൂർ കേശവനെ അടിച്ചു നോക്കുമ്പോൾ മതപ്പാട്. കൊണ്ടുപോയി തോട്ടത്തിൽ തിളയ്ക്കാൻ പറയും, കരിക്കും വെട്ടി പിന്നെ കരിപ്പൂട്ടിയും കൊടുക്കാൻ പറയും. എത്ര ക്ലിയർ!
ആന ട്രിപ്പ്. അടുത്ത 5-മത്തത് വന്നു, കാറുള്ളവരുടെ കാറിൻ്റെ മേളിൽ ഇന്നൊരു സ്റ്റിക്കർ വന്നു, ഫാസ്റ്റാഗ്. കണ്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ, ഫാസ്റ്റാഗ്. കേട്ടവർ, കാറുള്ളവർ. കാർ ആർക്കും ഇല്ല, ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥനയുണ്ട്, സ്വോത്രം, ആരും പോവല്ലേ. കാറിൻ്റെ മേളിൽ ഒരു സ്റ്റിക്കർ വന്നു, ഫാസ്റ്റാഗ്. എന്തിനാ? ഇത് ഒട്ടിക്കാതെ കോവളം തിരുവല്ലം പോയാൽ മതി, 150 രൂപ അപ്പം തീരും. അവിടെ ഇരിപ്പുണ്ട് ആൾക്കാർ, സ്വോത്രം. തിരുവനന്തപുരത്ത് കോവളം തിരുവല്ലം വെറും 40 രൂപയ്ക്ക് 150 രൂപ പിടിച്ചു പറിക്കാതിരിക്കുക. ഈ ഫാസ്റ്റാഗ് ആര് കൊണ്ടുവന്ന്? മോഡി സാറ് അമിത്ഷായുടെ മേരാ ബായി ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന്. എന്തിനാണെന്നറിയാമോ? ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരെയൊക്കെ പിടിക്കാൻ വേണ്ടിയാ, സ്വോത്രം. കാറിനകത്ത് ആരുണ്ട്, കള്ളനോട്ടുണ്ട്, ഇതെല്ലാം അറിയാൻ പറ്റും. താണ്ട് നമ്മുടെ വെഞ്ഞാറമൂട്ടി ഗോകുലത്ത് MRI ചെയ്യുന്ന പോലെ 4 ക്യാമറ അതിനകത്ത് ഇരിക്കും. ചെറുക്ക ഇങ്ങനെ നോക്ക്, സ്റ്റിക്കർ ആ കോവളത്ത് നോക്കും. എന്നിട്ട് അവൻ്റെ 14 കമ്പ്യൂട്ടറൊക്കെ പലരും വിചാരിക്കുന്ന ബാങ്കിൽ നിന്ന് പൈസ കട്ട് ചെയ്യാന്നല്ല. നമ്മുടെ കാറിനകത്ത് കഞ്ചാവുണ്ടോ, കള്ളനോട്ടുണ്ടോ, കാര്യമുണ്ടോ? അപ്പോഴാ പെന്തിക്കോസിൻ്റെ ചില നേതാക്കന്മാർ പൈസ മറിക്കാൻ കന്യാകുമാരിയിലേക്ക് പാട്ട് ഓടിക്കൊണ്ടുപോവാ. നീ മാത്രം മതി, നീ മാത്രം മതി, സ്വോത്രം. കോവളം കഴിഞ്ഞ് തിരുവല്ലം ചെല്ലുമ്പോൾ റവന്യൂ ഇന്റലിജൻസ് എവിടുന്ന് കാശ്? അന്തർജാവോ, സ്വോത്രം. പൈസ പോലും കാറി കടത്തരുത്, കാര്യം കുഴപ്പം. അതാ കിടക്കുന്നു ഫാസ്റ്റാഗ്, അന്ത്യകാലം. ഇത് ഇസ്രയേലിൽ നിന്ന്. 6-മത്തെ ചിപ്പ് ദാ വരുന്നു, പാസ്പോർട്ടിനകത്ത്. നിർമ്മല സീതാരാമൻ, ഡിജിറ്റൽ കറൻസി, ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ കറൻസി, ഡിജിറ്റൽ പാസ്പോർട്ട്. വന്നില്ലേ ഡിജിറ്റൽ കറൻസി? മൊബൈലിനകത്ത് കോവിഡ് കാലത്ത് 3 ചേട്ടന്മാർ വന്നില്ലേ, കരയാച്ചായൻ, തോമാച്ചായൻ, അവറാച്ചായൻ. എല്ലാവർക്കും പിടി കിട്ടിയില്ലോ. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ചെയ്യൂ. മിണ്ടുന്നില്ലല്ലോ, സ്വോത്രം. കാശ് വേണമായിരുന്നു. കോവിഡ് വെഞ്ഞാറമൂട്ട് അടച്ചിട്ടിരുന്നില്ലയോ? അവറാച്ചായന് ചപ്പാത്തി ആര് കൊണ്ടുവന്നു? ആര് കൊണ്ടുവന്നു? കൊറിയറിൽ ആരാ കൊണ്ടുവന്നത്? ഫ്ലിപ്കാർട്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ലവ്ലി ചേച്ചി പറഞ്ഞ് എനിക്ക് മുഖത്ത് കേൾക്കാൻ വൈറൽ ലെവലില്ലെന്ന്. ഉടനെ ആമസോൺ അതും കൊണ്ടുവന്നു, സ്വോത്രം. പൈസ വേണോ? തീരാൻ പോവുക ലോകം. ഇവരുടെ ഓഫീസ് തിരുവനന്തപുരത്ത് എവിടാ? ഇവിടെ മൊത്തം ഞാൻ പ്രസംഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം ഇന്ന് രാത്രി ചെങ്കൽച്ചൂളയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത കീഴാറൂർ CSI കൺവെൻഷൻ പോവാം. അപ്പം മനസ്സിലാക്ക്, ഇവിടെ എവിടെ അവരുടെ ഓഫീസ് നിങ്ങൾ പോലും കണ്ടിട്ടില്ല. അവൻ ചപ്പാത്തിയും കൊണ്ടുവരുന്നത് വൈറൽ ലെവലിയും. കാശും വേണ്ട, കീക്ക് കുക്കും മൊബൈൽ, ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ഡിജിറ്റൽ. കയ്യിലുള്ള കാശെല്ലാം പോവുക. 2000 തീരാൻ പോവുക. ഏതെങ്കിലും അമ്മാമ്മമാർ പെൻഷൻ മേടിച്ച 2000 വെച്ചിട്ടുണ്ട്, എപ്പോൾ പോകുമെന്നറിയത്തില്ല. ഇപ്പോഴേ മാറ്റി 500 ചായയുടെ പൈസ എനിക്ക് തരണം, സ്വോത്രം. 2000 കട്ട് ചെയ്യാൻ പോവുക, സ്വോത്രം. ചില പാസ്റ്റർമാർ വീട്ടിൽ കുഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ കർത്താവ് അറിഞ്ഞുകൊണ്ടാ വെള്ളത്തിൻ കുമിള പോലെ മോടിയാക്കിയേക്കുന്ന, സ്വോത്രം. എല്ലാത്തിനും റെഡിയാക്കും. അന്ത്യകാലം ദാ കിടക്കുന്നു. ഇനി 6-മത്തെ ചിപ്പ് വരുന്നത് വലം കൈമേലും നെറ്റിമേലും. അതെവിടെ വരും? സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. അതിൻ്റെ പേരാ 5G സാറ്റലൈറ്റ്. ഇന്ന് കള്ള സർട്ടിഫിക്കറ്റ് RTPC, ഇന്ന് കള്ള റിപ്പോർട്ട് RTPC. അങ്ങനെയെങ്കിൽ എന്തോ ചെയ്യും? ഇനി കോവിഡിന് ശേഷം മഹാവ്യാധി വരും. എന്ന് നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ? എന്ന് നിങ്ങൾക്ക് ക്യൂ എടുക്കാൻ പറ്റുമോ? എന്ന് പിണറായി സാർ കിറ്റ് തരാൻ പറ്റുമോ? കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ തരാൻ പറ്റുമോ? അപ്പോൾ അമേരിക്കയുടെ മൈക്രോസോഫ്റ്റ്, അവൻ്റെ ഭാര്യ ബിൽഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഗേറ്റ്സ് ഭാര്യ മെലിൻഡ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവരൊരു കാര്യം പറയുന്നു, ഞങ്ങൾ ഒരു വാക്സിൻ കൊടുക്കാം, എല്ലാ രോഗങ്ങളും മാറും. പക്ഷെ ഒരു കാര്യം, വാക്സിൻ എടുക്കുന്നവർ ചിപ്പ് വെക്കണം. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ വലം കൈമേലും നെറ്റിമേലും ഒരു ഭരണാധികാരി, ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു പാസ്പോർട്ട്, ഒരാധാർ, ഒരു വാക്സിൻ മനുഷ്യന്. പക്ഷേ വാക്സിൻ എടുത്തവർ ചിപ്പ് വെക്കണം. ഇനി നിങ്ങൾ വെഞ്ഞാറമൂട്ടി ക്യൂ നിൽക്കണ്ട, തിരുവനന്തപുരത്ത് പോയി മൂക്കിനകത്ത് കുഴലിടണ്ട. ഈ ചിപ്പ് വച്ചാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ രോഗത്തെ അളക്കാൻ പറ്റും. അതിൻ്റെ ടെക്നോളജി 6 അതിനു മുമ്പ് ഹ്യൂമൻ ട്രാക്കിംഗ്, സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി, മൊബൈൽ. തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർ കൈ ഉയർത്താം. തമിഴ്നാട്ടിൽ കളിക്കാവിള, സ്വോത്രം. അജിയെ തന്നെ പിടിക്കാം. അജി ബ്രദർ തമിഴ്നാട്ടിൽ പോയി. കളിക്കാവിള കഴിഞ്ഞപ്പോൾ മെസ്സേജ്, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. അജി ബ്രദറിൻ്റെ വീട്ടുകാരറിഞ്ഞില്ല, ചർച്ച അറിഞ്ഞില്ല. അവിടെ ചെന്ന് പരിപ്പോടെയും ചായയും കുടിക്കുന്നത് കമ്പ്യൂട്ടർ അറിഞ്ഞെന്ന്, സ്വോത്രം. തിരിച്ചു വന്നപ്പോൾ അറിഞ്ഞെങ്കിൽ ഇനി കൈക്കകത്ത് ചിപ്പ് കൊടുത്താൽ സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ ആരോഗ്യം കമ്പ്യൂട്ടറിനകത്ത് കാണും. സംശയം കണ്ടോ? അമേരിക്കയിൽ നിന്ന് ഒരെണ്ണം വരുന്നു, മൈക്രോ നീഡിൽ പാച്ച്. പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ് കെയിൻ, ബിരിയാണി അരി. ഇതിനകത്തൊരു ബാറ്ററിയും ഒരു ബാർകോഡും കൊടുത്തു കഴിഞ്ഞാൽ പൊന്നമ്മാമ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് വഴി വാച്ച് ചെയ്യും. ഏത് രോഗമുണ്ട്, ബ്ലഡ് എത്രയുണ്ട്, വാക്സിൻ എന്നെടുത്തു. മൊബൈല് തമിഴ്നാട്ടിൽ ചാടുന്നവരെ ഗലീലിയോ പിടിക്കുന്നത് പോലെ മനുഷ്യരെ മോണിറ്റർ ചെയ്യും.
തലച്ചോർ വഴി 5G സാറ്റലൈറ്റ് വഴി ഊറ്റിയെടുക്കുക. വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരു വാക്യം കൂടെ പറയുമ്പോൾ നിർത്തും. വെളിപ്പാട് 13:10 വായിച്ചാട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. പണ്ടിത് പ്രസംഗിച്ചാൽ പറ്റുമായിരുന്നോ? ഞങ്ങളൊക്കെ പലയിടത്തും പോകും. പല സിസ്റ്റർമാരും പറയും മാസ്ക് വെക്കാൻ. അപ്പം ഞങ്ങൾ പറയും വേറെ ജോലി വെക്കാൻ. കോവിഡ് വന്നപ്പോൾ ചില പാസ്റ്റർമാർ പറഞ്ഞില്ല ഞങ്ങൾക്ക് മാസ്കും വേണ്ട ഒന്നും വേണ്ട. സ്വോത്രം. അവസാനം വീട്ടിൽ ചുരുണ്ട് കിടന്നപ്പോൾ 3 ലെയറാണ് വെച്ചത്. സ്വോത്രം. വിശ്വാസി 1 വെച്ചോളി, ഞങ്ങൾ 3 വെച്ചത്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കോവിഡിന് എന്തുവാ പാസ്റ്ററോ വിശ്വാസിയോ വല്ലതും ഉണ്ടോ? സ്വോത്രം. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. സ്വോത്രം. ചിലർ പറഞ്ഞ എന്നെ കോവിഡ് തൊടത്തില്ലെന്ന്. സ്വോത്രം. എല്ലാത്തിനെയും തൊട്ടിട്ടേ പോയോളൂ. സ്വോത്രം. അടുത്തത് വാളാൽ. വായിച്ചാട്ടെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം മതി. ഇതെല്ലാം നമ്മൾ കാണും അന്തിമയുഗം. ഇതിന്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ഒരു ചിപ്പിനകത്ത് 400 കാര്യം ലോഡ് ചെയ്യാം. പണ്ടിത് പ്രസംഗിച്ചേക്കോ? ഒരു ചിപ്പിനകത്ത് ദാണ്ട് പീസിൻ്റെ കണക്ക് ഒരു ഫിലമെൻറ്റും ഒരു റൈസ് കെയിനും ദാണ്ട് ഈ ATM ഇട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ കാശെടുത്ത് എപ്പം കിട്ടി മൊത്തം പ്രിൻ്റ് വരും. അതുപോലെ ഒരു ചിപ്പിനകത്ത്. സംശയം പലർക്കും വരും. അല്ലേ തന്നെ നമുക്കെതിരെ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. സംശയം പലർക്കും വരും. ദാണ്ട് ഇവിടെ സൗണ്ട് കൊടുക്കുന്ന മോൻ പണ്ട് വെഞ്ഞാറമുട്ടി കൺവെൻഷൻ ബിവൻ പാസ് കൺവെൻഷൻ വെച്ചു. ഈ മോൻ CD ഇട്ട് ഓടിച്ചു. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. ഇവർ പാട്ട് വിട്ടിട്ട് ബിവൻ പാസ് ആരും എടുക്കാൻ പോയി. സൗണ്ടുകാരൻ മോൻ ഇച്ചിരി പെട്രോളും മേടിക്കാൻ പോയി. പാട്ട് കട്ടായിപ്പോയി. ആൾക്കാർ വന്നിട്ട് പാട്ടും കേൾക്കുന്നില്ല, യോഗവും കേൾക്കുന്നില്ല. ഇന്ന് CD വല്ലതും ഉണ്ടോ? ഇല്ല. ചിന്നമാമ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പിന്നെല്ലാവരെയും വന്ന് അവൻ്റെ പേരാ പെൻഡ്രായ്. കണ്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. പെൻഡ്രായ്. ആ പിള്ളേരെല്ലാം കൈ ഉയർത്തുന്നു. ഇതിനകത്ത് എത്ര എണ്ണം കയറും? എത്ര മണിക്കൂർ ഒരു ഫിലമെൻ്റ് കേൾക്കും? ചില അമ്മാമ്മമാർ പറയുന്ന രാത്രി ഞങ്ങളോടൊക്കെ പറഞ്ഞു കുഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുക പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന്. സ്വോത്രം. അവളൊരു പെൻഡ്രൈവ് കൊണ്ടുവന്ന് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നമ്മാമെ പെൻഡ്രൈവ് കൊണ്ടുവന്ന നോട്ടൊന്നുമല്ല, ന്യൂഡൽഹിയുടെ മമ്മൂട്ടിയുടെ സിനിമ അവൾ രാത്രി കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ദാണ്ട ബാഗിനകത്തൊരു പെൻ കൊണ്ടുവന്ന് കുത്തി കണ്ടുകൊണ്ടിരിക്കുക. അമ്മച്ചി പ്രാർത്ഥന. ദാവീദിനെ അനുഗ്രഹിച്ചു, ശലോമോൻ അഭിഷേകം കൊടുത്തു, കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. സ്വോത്രം. ഇതൊക്കെ കണ്ടോളാം. ഇതൊരു കൊച്ചു ഫിലമെൻ്റ് മതി. 4-5 മണിക്കൂറുള്ള 5 സിനിമ കയറും. അങ്ങനെയെങ്കിൽ ആ ഫിലമെൻറ്റിനകത്തെ സാധനം കൈക്കകത്ത് വെച്ച് ഒരു കമ്പ്യൂട്ടറിന് ഇൻ്റർനെറ്റ് 5G കൊടുത്താൽ മനുഷ്യൻ്റെ മുഴുവൻ കാര്യം ഒരു കമ്പ്യൂട്ടറിന്. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈ. അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പ്രതിമയോ സംഖ്യയുടെ ഇതുള്ള വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. വീണ ജോർജ് കൊണ്ടുവന്നു. ഈ നാളെ പേപ്പർ എടുക്കണം. ഗോവയിലെ കളിക്ക് ഡോഗ്സ് വാക്സിൻ. ഇതൊരു ഇപ്പം കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തതയാണ്. അങ്ങനെയെങ്കിൽ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് 6 തലച്ചോറിനകത്ത് എത്ര ഘടകമുണ്ട്? കുഞ്ഞുങ്ങൾക്കറിയാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല ബ്ലങ്കേറ്റ. 100 കോടി കോശം തലച്ചോറിനകത്ത്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, വിവേകശക്തി. ഇതിന് സാറ്റലൈറ്റ് വഴി, ചിപ്പ് വഴി, ബ്ലഡ് വഴി റിസൾട്ട് കിട്ടും. RTPC വേണ്ട, വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ചെല്ലുമ്പോൾ, ട്രെയിൻ കയറാൻ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി പറയും കൈ ഒന്ന് വെച്ചേക്കാൻ. അപ്പോൾ കമ്പ്യൂട്ടർ പറയും രോഗമില്ല പൊക്കോളാൻ. തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പറയും കൈ ഒന്ന് കാണിച്ചേര ചിപ്പ്. ഡോർ അപ്പ തുറന്നു വരും. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെഞ്ഞാനപൂട്ടിൽ മെറ്റൽ ഡിറ്റക്ടർ പോലെ ഇത് വെക്ക്. കൈക്കകത്തൊരു കോഡ്. ഇന്ന് രാത്രി യാത്ര ചെയ്യുവാൻ ഒരു QR കോഡെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൃഗത്തിന്റെ മുദ്ര കൈകളിലേക്ക്. ഇന്ന് രാത്രി 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് വെക്കുമോ? വായിക്കാം. എഫേസ്യർ 4:30. ഒരു വാക്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി ബാക്കി മറ്റൊരിക്കൽ വായിച്ചാട്ടെ. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 2 മുദ്ര. 2 marks, 2 seals not available in your hand or your head. 2 സീൽ ഒരു മനുഷ്യന്റെ കയ്യിൽ വരത്തില്ല. ഇന്ന് പലരും ഇത് പറയുന്നു. നിങ്ങളുടെ കയ്യിലെ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് മൃഗത്തിൻ്റെ മുദ്രയാണ്. ഇതൊന്നും മൃഗത്തിൻ്റെ മുദ്രയല്ല. ഇത് മനുഷ്യനെ കണ്ടീഷൻ കൊണ്ട് ചെയ്യാൻ ഒരു സിസ്റ്റം ക്രമീകരിക്കുന്നതേ ഉള്ളൂ. മൃഗത്തിൻ്റെ മുദ്രയൊന്നും ആയിട്ടില്ല. ഇതൊരു സാമ്പിൾ ആയിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എവിടൊക്കെ മുദ്ര? 1 ATM, 2 കാറിൻ്റെ തലമേൽ, 3 വണ്ടിയുടെ തലമേൽ, 4
പാസ്പോർട്ടിനകത്ത് മുദ്ര നിർമ്മലാ സീതാരാമൻ. ഇനി അവസാനം കൈമേലും നെറ്റിമേലും മുദ്ര വരാൻ കാലമായി. നമ്മുടെ ചൂടളന്നെങ്കിൽ എല്ലായിടത്തും ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് ചൂടളന്നെങ്കിൽ സിസ്റ്റം ശരിയായി. എന്നാൽ 2 മുദ്ര നമ്മുടെ ശരീരത്ത് വരാൻ അനുവദിക്കത്തില്ല. ദാ കിടക്കുന്ന നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ഇപ്പോൾ നാം അംശമായി കാണുന്നു, ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുക. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിനകത്ത് ഫറവോന്റെ കട്ടക്കളത്തിൽ കിടക്കുമ്പോൾ സംഹാരകൻ ആദ്യജാതകന്മാരെ തകർക്കുവാൻ കൊട്ടാരം മുതൽ കുണ്ടറ വരെ ഇറങ്ങി. അപ്പോൾ എന്താ കണ്ടത്? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്ര കട്ടള കാലിന്മേലും കുറുമ്പടിമേലും കണ്ടിട്ട് സംഹാരകൻ കയറിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്ര ആരാ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് അവനിൽ യാതൊരു കുറ്റവുമില്ല. അപ്പച്ച, അമ്മച്ചി, സഹോദര, നാം ചെയ്ത പാപത്തിന്, നാം ചെയ്ത ദോഷത്തിന്, നമ്മുടെ ശാപവാക്കുകൾക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഒരു പടയാളി ദൂരെ നിന്ന് കൽപ്പന, അവന്റെ വിലാപ്പുറത്ത് ഒരു കുന്തം കുത്തി 5.5 ലിറ്റർ രക്തം അവന്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയെങ്കിൽ ഇന്ന് രാത്രി പഴയ നിയമത്തിൽ മോശയുടെ കൽപ്പന പ്രകാരം ആടിനെ അറത്ത രക്തത്തിന്റെ മുദ്ര കട്ടള കാലിന്മേലും കുറുമ്പടിമേലും കണ്ടിട്ട് സംഹാരകൻ കയറിയില്ലെങ്കിൽ പുതിയ നിയമത്തിൽ സാക്ഷാൽ പെസഹ കുഞ്ഞാടിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് ആന്റി ക്രൈസ്റ്റിന് തൊടാൻ പറ്റത്തില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്ക്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്ക്, തേജസ്സിൽ ഞാൻ ഉയർക്ക്. പ്രാകൃത ശരീരം മാറ്, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടാൻ കാലമായി.